ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യം ഞാൻ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഏകദേശം നല്ലൊരു വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി പെട്ടെന്നൊരു ബ്രേക്കിലേക്ക് നീണ്ടുപോയി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഫൈനൽ പോരാട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഫൈനൽ കിക്ക് ഓഫ് ഇന്ന് നമ്മൾ കാണാനിരിക്കുന്നു. യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും നമുക്ക് ഇനി ഒരു അവസാന പോരാട്ടം, തീപ്പാറും പോരാട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ ഇനി കനത്ത ഒരു പോരാട്ടം നടക്കാനിരിക്കുകയാണ്. സ്പെയിൻ വിയേഴ്സ് ഇംഗ്ലണ്ട്, അടിപൊളി പോരാട്ടം. അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിൽ നമുക്ക് പുലർച്ചെ കാണാനിരിക്കുന്ന മത്സരം അർജന്റീന വിയേഴ്സ് കൊളംബിയ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് പോരാട്ടങ്ങളെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം. എന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ആദ്യം കാണാനിരിക്കുന്നത് 12 മണിക്ക് നമ്മൾ കാണാനിരിക്കുന്ന ആ ഒരു പോരാട്ടം സ്പെയിൻ വിയേഴ്സ് ഇംഗ്ലണ്ട്. യഥാർത്ഥത്തിൽ ആരായിരിക്കും ഈ ഒരു മത്സരത്തിൽ കിരീടത്തിന് കൂടുതൽ സാധ്യതയുള്ളത്? ഞാൻ ഒരുപാട് പേരിൽ ഈ ഒരു മത്സരത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. എല്ലാവരിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് സ്പെയിൻ സ്പെയിൻ സ്പെയിൻ. ഒരാൾ പോലും ഇംഗ്ലണ്ടിന് വിജയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇവരുടെ മത്സരങ്ങളൊന്ന് എടുത്തു നോക്കി. അപ്പോൾ കൂടുതൽ വിജയം സ്പെയിനും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയപ്പോൾ കൂടുതൽ വിജയം ഉള്ളത് ഇംഗ്ലണ്ടിനാണ്. അപ്പോൾ ചെറിയൊരു സാധ്യതയെങ്കിൽ പോലും ഇംഗ്ലണ്ടിന് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു യൂറോ കപ്പിലെ പ്രകടനങ്ങൾ നമ്മൾ എടുത്തു നോക്കി. യുവനിരകളെ മുന്നിലിരുത്തിക്കൊണ്ട് ഗോളടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു ടീം തന്നെയാണ് സ്പെയിൻ എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു അടിപൊളി മത്സരം തന്നെയായിരുന്നു ഫ്രാൻസിനെതിരെ നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ യൂറോ കപ്പ് ആര് നേടുമെന്ന് ഈ സ്പെയിനിൻ്റെ പേര് ഞാൻ എന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഈ യൂറോ കപ്പിൽ നമ്മൾ സ്പെയിൻ വിഎസ് ജർമ്മനി ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിന് മുന്നോടിയാണ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. അന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഈ മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നത് അവർക്കാണ് ഈ പ്രാവശ്യത്തെ യൂറോ കപ്പ്. യഥാർത്ഥത്തിൽ അത് തന്നെ ആയിരിക്കുമോ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫുട്ബോളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കും, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 90 മിനിറ്റ് വരെ നമ്മൾ ആ കളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. എക്സ്ട്രാ ടൈമിൽ വരെ കളി മറിഞ്ഞേക്കാം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാരി കെയിന് കീഴിൽ ഒരു കപ്പ് കിട്ടുക എന്നത് അവരുടെ ഒരു സ്വപ്നമാണ്. കഴിഞ്ഞ യൂറോ കപ്പിൽ ഇറ്റലിക്ക് മുന്നിൽ ഒരു ഫൈനൽ ഒരു ടച്ചിങ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കയ്യെത്താ ദൂരത്തേക്ക് മടങ്ങിപ്പോയ ആ കിരീടത്തെ അടുത്തേക്ക് തിരിച്ചു വിളിക്കുക എന്ന് തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇംഗ്ലണ്ടിൽ എക്സ്പീരിയൻസ് പ്ലെയേഴ്സ്, പേര് കേട്ട അറിയപ്പെട്ട ഒരുപാട് പ്ലെയേഴ്സ് ഉള്ള ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. എന്തുകൊണ്ടും സ്പെയിനിനെതിരെ ഗോളടിക്കാൻ കരുത്തുറ്റ ഒരു ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് അവരുടെ സാധ്യതയും നമ്മൾക്ക് ഒരിക്കലും മാറ്റിമറക്കാനാവില്ല. അപ്പോൾ ഇന്നത്തെ പോരാട്ടം ഒരു അടിപൊളി പോരാട്ടം തന്നെയായിരിക്കും. ആരും മിസ് ചെയ്യേണ്ട, എല്ലാവരും കാണുക. അപ്പം ഇന്ന് ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ പുലർച്ചെ നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ കാത്തിരിക്കുന്നത് ലയണൽ മെസ്സിയുടെ ടീം അർജന്റീന ഏറ്റുമുട്ടുകയാണ് കൊളംബിയയുമായിട്ട്. ഇവരുടെ മത്സരം ഞാൻ ഇതിനു മുമ്പും ഒരുപാട് പേർക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരിൽ നിന്നും വന്ന റിസൾട്ട് അർജന്റീന വിജയിക്കുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അർജന്റീന വിജയം തന്നെയാണ്. അപ്പം ലയണൽ മെസ്സിയുടെ ഒരുപക്ഷെ അവസാനത്തെ കോപ്പ അമേരിക്ക എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം ഫുട്ബോളിൽ നിന്ന് വിരമിക്കലിൻ്റെ ചില ചുവട്ടുപടികളിലേക്ക് ലയണൽ മെസ്സി എത്തിക്കഴിഞ്ഞു. ഡിസിഷൻ എടുക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതായാലും വേൾഡ് കപ്പ് കിരീടം ഒരു കോപ്പ അമേരിക്കയും ഓൾറെഡി കയ്യിലുണ്ട് അർജന്റീനയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കോപ്പ അമേരിക്ക നേടാൻ കരുത്തുറ്റ ഒരു ടീം തന്നെയാണ്. അവസാന മത്സരത്തിലാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. കൊളംബിയയുടെ ഭാഗത്തേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് ടീം, അർജന്റീനയ്ക്കെതിരെ ഗോളടിക്കാനും കരുത്തുറ്റ ഒരു ടീം. ഈ രണ്ട് ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഗോൾ വഴങ്ങാതിരിക്കുക, ഗോളടിക്കുക. ഇതാണ് ഈ രണ്ട് ടീമിൽ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗെയിമിംഗ് പ്ലാൻ എന്ന് തന്നെ നമുക്ക് ഇവരുടെ കളിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് അർജന്റീനയ്ക്കെതിരെ കൊളംബിയ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. അർജന്റീനയും അത്തരത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
അപ്പം പിന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ഷീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ടീം ഏകദേശം ഒരേപോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പെർഫോമൻസ്. ഇപ്പം കൊളംബിയയും അർജന്റീനയും ഇതുവരെ മത്സരങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്കാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കൊളംബിയ അവസാനമായി തോറ്റത് അർജന്റീനയോടാണ്. അത് കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ പെനാൽറ്റി ഷൂട്ടുണ്ട്. അതാണ് ഏറ്റവും. പിന്നെ അങ്ങോട്ട് ഫുൾ അൺബീറ്റഡ് ആയിട്ടൊരു ടീമാണ് അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ പോകുന്നത്. ഏകദേശം 26 കളികളോളം അവർ അൺബീറ്റഡാണ്. പക്ഷെ അർജന്റീന നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം വേൾഡ് കപ്പ് യോഗ്യത ഉണ്ടല്ലോ, അവർ യൂറോഗ്യക്കൊപ്പം തോൽക്കുകയാണ്. യൂറോഗ്യയെ തോൽപ്പിച്ച ശേഷമാണ് ആരുവരുന്നത്, കൊളംബിയ ഇത്തവണ അർജന്റീനയുമായി ഏറ്റുമുട്ടാൻ വരുന്നത് ആ ഒരു ഫൈനൽ പോരാട്ടത്തിന്. പിന്നെ ഒരുപാട് ബ്രസീലിയൻ ആരാധകർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അർജന്റീന ഇതുവരെ മത്സരിച്ചു കോപ്പ അമേരിക്കയിൽ ഇതുവരെ കഴിഞ്ഞ അവരുടെ മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ടീം അല്പം ചെറിയ ടീം തന്നെയാണ്. അപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമാണെന്നാണ് അവരോട് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഞാനും അതിനോട് മാനിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നൗ ഇന്നത്തെ മത്സരങ്ങൾക്ക് ഏതായാലും ഒരു പൊടി പോരാട്ടം നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം കളി കാണാൻ ആരും മറക്കരുത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്പെയിനിൻ്റെ വിജയം 3-2 അർജന്റീന വിജയം 1-0 മെസ്സിയുടെ ഗോളിലായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഫുട്ബോളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ, താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.